ഇപ്പോൾ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ചെറിയ കുഞ്ഞുങ്ങൾ മുതലേ വലിയ ആളുകൾ വരെ നേരിടുന്ന പ്രശ്നമാണ് തലയിലെ താരനും അതുപോലെ തന്നെ മുടികൊഴിച്ചിലും അകാല നര തുടങ്ങിയത്. ഇതൊന്നും നമുക്ക് ഏത് കാലത്തും എപ്പോഴും നമ്മൾ ഉത്തരം കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്ന, എന്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ഒരു പോംവഴി എന്നുള്ള നിലയിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് റോസ്മേരി. അപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീട്ടിലെ റോസ്മേരി പ്ലാന്റിനെ എങ്ങനെ നട്ടു വളർത്താം, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെ, അതൊക്കെ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെടികൾ, ഈ ഒരു ചെടി വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വളർത്തേണ്ട മെത്തേഡ്സ്, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചെടി അപ്പാടെ നശിച്ചു പോകും. അപ്പോൾ അതിൻ്റെ മെത്തേഡ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അതൊന്നുമല്ല പറയുന്നത്, നമ്മുടെ റോസ്മേരി അങ്ങനെ പ്ലാന്റ് ആയിട്ടുള്ള ലീവ്സ് വെച്ചിട്ട് കണ്ടോ, ഞാൻ ഇത്രയും ലീവ്സ് ഞാൻ അതിൻ്റെ കളക്ട് ചെയ്തിട്ട് ഉണക്കി വെച്ചിട്ടുള്ള ലീവ്സാണ് കേട്ടോ. പച്ച ലീവ്സും നമുക്ക് എടുക്കാം. ഇപ്പം ഞാനിത് ഡ്രൈ ആയിട്ട് ഉണക്കി വെച്ചിരിക്കുന്ന ലീവ്സാണ്. ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാം അല്ലേ. നമുക്ക് പല കമ്പനിക്കാരുടെയും പല വാട്ടറുകളും നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് അറിയാം. പക്ഷെ നമ്മളുടെ വീട്ടിൽ നമ്മൾ ഇതൊക്കെ ഒറിജിനലായിട്ട് ഒരു കെമിക്കലും ഇല്ലാതെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിൽ നമ്മൾ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതലും നമ്മുടെ ഈ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് തന്നിട്ടോ. അപ്പോൾ ഞാൻ രശ്മി, പുതിയ സുഹൃത്തുക്കളായ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ എത്തിക്കുകയാണെങ്കിലും വളരെ ഉപകാരമായിട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടോ, ഞാൻ ഈ ഡ്രൈ ലീവ്സാണ് എടുത്തിരിക്കുന്നത്, റോസ്മേരിയുടെ ഡ്രൈ ലീവ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു നമ്മുടെ ഹെയറിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം, നമുക്കൊരു ടോണറായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു റോസ്മേരി വാട്ടർ നമുക്ക് നൈറ്റിൽ കിടക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു ടോണറായിട്ട് നമുക്ക് ഉപയോഗിച്ചിട്ട് പിന്നെ രാവിലെ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റും. ഞാനിവിടെ 1 ലിറ്ററോളം സ്റ്റെറിലൈസ്ഡ് വാട്ടറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയറിലേക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ കണ്ടോ, 1 ലിറ്റർ, ആ 1 ലിറ്റർ വെള്ളം ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിക്കാൻ പോവുകയാണ്. ആ 1 ലിറ്റർ വെള്ളത്തിലോട്ട് 2 വലിയ ടീസ്പൂണ് റോസ്മേരിയുടെ ലീവ്സാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ തിളപ്പിക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇടുക കേട്ടോ. ആ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒരു 1/2 ലിറ്ററോളം ആവുന്നത് വരെ ആ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഒരു യെല്ലോയിഷ് കളറിലേക്കാണ് ഈ ഒരു വെള്ളം മാറി വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒന്ന് മാറ്റിയെടുക്കുക. 1/2 ലിറ്ററോളം ആയ ശേഷം ഞാനിവിടെ അരിച്ചെടുത്തതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇനി ചൂടാറട്ടെ. ചൂടാറിയ ശേഷം നമുക്ക് ചെറിയൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ എടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ല, നിങ്ങളൊരു ഹെയർ പാക്കായിട്ടാണ് ഇത് ഇടുന്നതെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ട്, കാരണം ഇത് ഒറ്റയ്ക്ക് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയർ പാക്കായിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങളത് നമ്മുടെ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഹെയർ ഓയിലൊക്കെ ഒന്ന് മുടിയൊക്കെ തേച്ച് അതിന് ശേഷം നമ്മുടെ ഈ ഒരു സംഭവം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ്. അതിന് ശേഷം വല്ല താളിയോ അതുപോലെ ആയുർവേദിക് ആയിട്ടുള്ള ഷാംപൂസോ, നമ്മൾ ഉണ്ടാക്കുന്ന ഷാംപൂസ് ആണെങ്കിൽ വളരെ നല്ലത്. അങ്ങനെയാണെങ്കിൽ കഴുകി കളയാണെങ്കിലും ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഈ ഒരു റോസ്മേരി വാട്ടർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഹെയറിൻ്റെ റൂട്ടിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും ഫലപ്രദം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തലയോട്ടിൽ ആണ് വളരെയധികം രക്തക്കുഴലുകളുള്ളത്. അപ്പോൾ രക്തയോട്ടം വർദ്ധിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു മുടി സ്ട്രെങ്ത് ആയിട്ട് വരുന്നത്. ഇവിടെയൊക്കെ അങ്ങനെ നെറ്റി കയറുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. കാരണം കുറേ ബേബി ഹെയർസ് ഒക്കെ വരാനായിട്ട് ഇത് ഏറ്റവും ഫലപ്രദമാണ്. നന്നായിട്ട് നമ്മുടെ തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം, തലമുടി നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം. അതുവഴിയാണ് നമ്മുടെ ഈ ഒരു രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വാട്ടർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കോട് കൂടിയിട്ട് മുടി വളരുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അതായത് നമ്മുടെ ഒരു എന്താ പറയുക, യൂക്കാലിപ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെയാണ്, അങ്ങനെയുള്ള ഒരു സ്മെല്ലൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഹെയറിനും നല്ല ഒരു മണവും ഒക്കെ തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു സ്മെല്ല് നമുക്ക് രാത്രി കിടക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.